KCB നടത്തുന്നത് പകൽ കൊള്ളയാണ് എന്ന അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ഈ അവസരത്തിൽ KCBയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി നടന്ന ഒരു അഭിമുഖം അതേറെ പ്രസക്തമാണെന്നും പൊതുസമൂഹത്തിന് ഏറെ അറിവ് നൽകുന്നതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അഭിമുഖം കാലിക്കറ്റ് ന്യൂസിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു, വലിയ രീതിയിലുള്ള ഭയപ്പെടുത്തലായിട്ട് KCBക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിൽ കറണ്ട് ഉപയോഗിച്ച് പണമടക്കുന്ന ഓരോ ഉപഭോക്താവിനെയും ഭയപ്പെടുന്ന രീതിയിലേക്ക്, ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ KCBയുടെ ബില്ല് വലിയ രീതിയിലുള്ള തുക അടച്ചുകൊണ്ടിരിക്കുന്നത് വാണിജ്യ വ്യാപാര മേഖലയിൽ നിന്നുള്ളവരാണ്, വ്യവസായ മേഖലയിൽ നിന്നുള്ളവരും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുകളൊക്കെ നമുക്ക് 1000, 1500, 2000 ഒക്കെ ബില്ലടക്കുമ്പോൾ ഈ നാട്ടിലെ ഹോട്ടൽ, കൂൾബാർ തുടങ്ങിയിട്ടുള്ള വാണിജ്യ വ്യവസായ മേഖലയിൽ നിന്ന് 20,000, 10,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെയാണ് കിട്ടിപ്പോരുന്നത്. അപ്പോൾ ആ ചാനലിൽ അവതാരകൻ പറയുന്നുണ്ടായിരുന്നു, 2000 ചില്ലാൻ രൂപയുടെ ബില്ലിന്മേൽ തന്നെ 1000-ഓളം രൂപ കൊള്ള നടത്തിയിട്ടുണ്ട് KCB എന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ അനുപാത പ്രകാരം 3 ലക്ഷത്തിന് എത്രമാത്രം ഉണ്ടാവും, 2 ലക്ഷത്തിന് എത്ര ഉണ്ടാവും, ഈ റിപ്പോർട്ട് 20,000-ന് എത്ര ഉണ്ടാവും. അപ്പോൾ അതൊരു ആശങ്ക തന്നെയാണ്. ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് വ്യക്തമായി അറിയാവുന്ന KCBയിലെ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ടുള്ള റിബിൻ റാം, അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ പലതരത്തിലുള്ള അവ്യക്തത KCBയുടെ ഭാഗത്ത് ജനങ്ങൾ പറഞ്ഞ സമയത്തും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും തന്നെ നല്ല ഒരു അവബോധം നമുക്ക് തന്ന, വ്യക്തത തന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ ഈ കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യോത്തര സംഭവത്തിലേക്ക് ബഹുമാനായ അസിസ്റ്റൻ്റ് ഓഫീസർ നമ്മുടെ റിബിൻ റാം സാറിനെ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ ഒരു ചാനൽ പ്രോഗ്രാം സാറ് കേട്ടിരിക്കും. എന്നിരുന്നാലും അത് കൃത്യമായി അറിയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ ആകുമ്പോൾ അതിന് വ്യക്തത കിട്ടുമല്ലോ. പിന്നെ അതിൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ബില്ല് ഞങ്ങൾ മാത്രമല്ല, ഉപഭോക്താക്കൾ മാത്രമല്ല, KCBയിലുള്ള 1 ലക്ഷത്തിൽ പരം ഏതാണ്ട് വലിയൊരു തൊഴിലാളി വിഭാഗം ഈ ബില്ല് തന്നെയാണ് അടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും കൂടി ചോദിക്കുകയാണ് സാർ, അവർ പറഞ്ഞു തുടങ്ങിയത് ആനുവൽ ഡെപ്പോസിറ്റിനെ കുറിച്ചാണ്. ആനുവൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മഹാകൊള്ളത്തരമാണെന്നും അത് KCB വാങ്ങുന്ന രീതിയും ചെയ്ത രീതിയൊക്കെ ചമ്പൽക്കാടിലെ കൊള്ളക്കാർക്ക് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് ഫുലാൻ ദേവിയോടൊക്കെ ഉപമിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സാർ, എന്താണ് ആനുവൽ ഡെപ്പോസിറ്റ്? അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യം തന്നെ ഈ ചാനലുകാരെ കുറിച്ച് പറയാനുള്ളത്, എന്ത് വിവരക്കേടും വിളിച്ചു പറയാം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പറയുന്നതിൽ സത്യമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷെ ഇതൊന്നും പഠിക്കാതെ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന രീതിയിലാണ് ചെയ്തത്. ഇനി അവർ പറയുന്നത് ഈ ACD എന്ന് പറഞ്ഞാൽ ശരിക്കും അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റാണ്. അതായത് നിങ്ങളൊരു വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടാണ് KCB എന്ത് തരുന്നത്, കറണ്ട് തരുന്നത്. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച കറണ്ടിന് നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ബില്ല് വരിക. അത് കഴിഞ്ഞിട്ട് 1 മാസം നിങ്ങൾക്ക് അടക്കാനുള്ള സമയമുണ്ട്. അതായത് 3 മാസം അഡ്വാൻസ് ആയിട്ടാണ് KCB എന്ത് ചെയ്യുന്നത്, കറണ്ട് നിങ്ങൾക്ക് തരുന്നത്. അന്നേരം ഏതൊരു ഇപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത ഇതിന് നമ്മൾ എൻ്റെ ഒരു ഡെപ്പോസിറ്റ് നമ്മൾ മേടിക്കും. അഥവാ ഇവർ അടക്കാതെ പോയി കഴിഞ്ഞാൽ ഈടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് മേടിക്കും. അതേപോലെ തന്നെയാണ് KCBയുടെ ഡെപ്പോസിറ്റ്. എന്നാൽ ഈ ഡെപ്പോസിറ്റിനെ കുറിച്ച് ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് 2014, ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ആധികാരികമായ നിയമം. ഇനി ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യ മൊത്തം വൈദ്യുതി നിയമം 2003 ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. കേരളത്തിൽ ഇവർ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ബാധകമാണ്. അന്നേരം ഇപ്പം ഡെപ്പോസിറ്റിനെ കുറിച്ച് നമ്മുടെ സപ്ലൈ കോഡിൽ പറയുന്നത്, നമ്മുടെ 2 മാസത്തിൽ ബില്ല് ചെയ്യുന്നവർക്ക് 3 മാസത്തെ ബില്ലിന് തുല്യമായ തുക ഡെപ്പോസിറ്റ് വേണം. മാസം ബില്ല് ചെയ്യുന്നവർക്ക് 2 മാസത്തത്. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇതാണ്, നിങ്ങൾ അഥവാ അടക്കാതെ പോയി കഴിഞ്ഞാൽ റവന്യൂ റിക്കവറിയോ ജപ്തിയിലൊക്കെ ഒന്നും പോകാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈടാക്കാൻ വേണ്ടിയിട്ടാണ്, പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഓരോ വർഷവും നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മളെ ഫിനാൻഷ്യൽ ഇയറിലുള്ള നമ്മുടെ ഡെപ്പോസിറ്റ് എത്രയാണോ ഉള്ളതെന്ന് നോക്കും. അത് ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഉപഭോഗം കൂടിയിട്ടുണ്ടെങ്കിൽ, ബില്ല് കൂടിയിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് കൂട്ടണമല്ലോ. അതാണ് അഡീഷണൽ. നിങ്ങൾ ഇത്ര പൈസ അഡീഷണൽ അടക്കണം എന്ന് പറഞ്ഞിട്ട് തരുന്നത്. തിരിച്ചും ഉണ്ടാക്കാം. നമ്മൾ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിൻ്റെ മുന്നത്തെ വർഷത്തിനെക്കാട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങോട്ട് തരും. ബില്ലിൽ ലെസ് ചെയ്തിട്ട് തരും.
പക്ഷേ അത് ചിലപ്പോൾ താങ്കളൊക്കെ ബില്ലിന് പഠിക്കുന്ന ഒരാളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ ശ്രദ്ധിക്കില്ല. എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും അറിയും കൂടിയില്ല. അവരെ വിചാരം KCBക്കാർ 4 ആൾ കൂടി ഇരുന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വർഷം ഒരു 1000 രൂപ എല്ലാവരെയും അധികം കൂട്ടിയേക്കാം എന്ന രീതിയിൽ വിചാരിക്കുന്ന മണ്ടത്തരങ്ങളാണ് വിചാരിച്ചത്. കാര്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അഡീഷണൽ ഡെപ്പോസിറ്റ് അവിടെ ഇരിക്കെ തന്നെ ഒരു മാസത്തെ ഒരു ബില്ലിൽ വൈകി പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ തീയതി കഴിയുമ്പോൾ അവർ ഒന്ന് കട്ടാക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് ഇരിക്കെ എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എന്ന് ചോദിക്കുന്നു. അതായത് 2 മാസത്തെ കറണ്ടിൻ്റെ തുക കുടിശ്ശികയാക്കിയ ഒരാളാണ് അയാൾ. 1 മാസം ഉപയോഗിച്ചു, 3-ാമത്തെ മാസം പോയി ഇത് 2 മാസം കഴിഞ്ഞ് ബില്ല് കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കട്ട് ചെയ്യുന്നതിനും കാട്ടി മുമ്പേ കൃത്യമായിട്ട് ഇപ്പം കമ്പ്യൂട്ടർ കോൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് പോകുന്നുണ്ട്. പരമാവധി കട്ട് ചെയ്യാതിരിക്കാൻ തന്നെ ഞങ്ങൾ നോക്കുക. കാരണം കട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കും പണിയാണ്, പിന്നെ വീണ്ടും റീകണക്ഷൻ കൊടുക്കണം. ആകെ ഞങ്ങൾ അതിന് കുറേ ജീവനക്കാരെ നിയോഗിക്കേണ്ടി വരുന്നുണ്ട്. പരമാവധി കട്ട് ചെയ്യാതിരിക്കാനാണ് നോക്കുക. ഇനി അത്രക്കും ഇത് ഒരു മാർഗ്ഗമില്ലെങ്കിൽ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അവർ 3 മാസത്തെ ഡെപ്പോസിറ്റ് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അതിൻ്റെ തുക അവർ കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അവർ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കറണ്ടിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നാളെ കുടിശ്ശികയാക്കി. ഇപ്പോൾ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം വരെ അവർക്ക് ഒരു തിരിച്ചപ്പം പൈസ അടച്ചാൽ നമ്മൾ റീകണക്ഷൻ കൊടുക്കണം. ഇനി 6 മാസം കഴിഞ്ഞാൽ കണക്ഷൻ ഊരിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനും റവന്യൂ റിക്കവറിയും ജപ്തിക്കൊക്കെ പോകേണ്ടി വരും. അത് റവന്യൂ റിക്കവറി ആയ കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഈ ഒറ്റത്തവണ തീർപ്പാക്കലിലൊക്കെ ഭൂരിഭാഗം വരുന്നത്. എന്നിട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് അവിടെ കട്ട് ചെയ്ത്, ഇത് നിയമത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ KCB വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തൽക്കാലം കട്ട് ചെയ്യാം, അങ്ങനെ വിചാരിക്കാൻ KCBക്ക് പറ്റില്ല. കാരണം നിയമങ്ങളിൽ കൃത്യമായിട്ട് എന്താണോ പറഞ്ഞത് അത് പാലിക്കാൻ മാത്രമേ KCBക്ക് പറ്റുകയുള്ളൂ. ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെയുള്ള KCB അല്ല. KCBക്ക് ഉണ്ടാക്കിയാലൊരു ബന്ധമില്ല. KCB ഒരു വൈദ്യുതി വിതരണ കമ്പനി മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒരു അധികാരവും KCBക്ക് ഇല്ല. നിയമങ്ങൾ ഉണ്ടാക്കുന്ന റെഗുലേറ്ററി കമ്മീഷനാണ്, അല്ലെങ്കിൽ വൈദ്യുതി നിയമമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെയാണ് എന്തെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാണ്ട് കേരളത്തിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും കറണ്ട് ബില്ല് കേരളത്തിനേക്കാൾ കൂടുതലാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് എല്ലാ നിയമവും വന്നിട്ടുള്ളൂ. അത് അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന ഈ വീഡിയോ ചെയ്തവർക്ക് ഇന്ത്യയിലൊരു ഭരണഘടന ഉണ്ടെന്നും അതിൻ്റെ അടിയിൽ നിയമങ്ങളുണ്ടെന്നും അറിയില്ലെന്നോ. എനിക്കൊന്ന് ഇവരിങ്ങനൊന്നും ചിന്തിക്കുന്ന ആൾക്കാരോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമില്ല, എന്തൊക്കെയോ തോന്നിയത് വെച്ച് വീഡിയോ ചെയ്തു. അവർ വീണ്ടും പറയുന്നുണ്ട്, എനർജി ചാർജിനെ കുറിച്ച് പറയുന്നുണ്ട്. എനർജി ചാർജ് എന്നൊരു ചാർജ് മാത്രമേ സത്യത്തിൽ കറണ്ടിൻ്റെ പൈസയുള്ളൂ, കഴിച്ചു ബാക്കി അവിടുന്ന് വന്നത് മുഴുവനും കൊള്ളയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് എനർജി ചാർജ്? അത് അവരൊരു തെറ്റായ ധാരണയാണ്. എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ നിയമത്തിൽ പറയുന്ന രീതിയിലാണ് ബില്ല് വന്നിരിക്കുന്നത്. എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഭൂരിഭാഗവും കൽക്കരി നിലയങ്ങളിൽ നിന്നും ഉള്ള വൈദ്യുതിയാണ്. അന്നേരം അവിടെ ഉള്ള ഇന്ധന ചാർജാണ്, ഇന്ധനം കത്തിക്കുന്നതിന് ആവശ്യമായ ചാർജാണ് ശരിക്കും എന്തിലേക്ക് എനർജി ചാർജ് എന്ന് പറഞ്ഞിട്ട് കൂടും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും നമ്മൾ. അതായത് യൂണിറ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന കോസ്റ്റ്, അതാണ് എനർജി ചാർജിൽ ഈടാക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതൊരു ഫിക്സ്ഡ് ചാർജ് ഉണ്ട്. ഫിക്സ്ഡ് ചാർജാണ് സ്ഥിര സ്വഭാവമുള്ള ചാർജ്. അതായത് ഒരു വൈദ്യുതി നിലയം പണിയണമെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ ഡിപ്രിസിയേഷൻ, അതായത് തേയ്മാന കോസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ടത്, ഇതൊക്കെ ഫിക്സ്ഡ് രീതിയിലുള്ള ഇതാണ്. ഇത് ഫിക്സ്ഡ് ചാർജ് കൂട്ടിയാണ് ഈടാക്കേണ്ടത് എന്നാണ് നിയമം പറയുന്നത്. പലപ്പോഴും ഫിക്സ്ഡ് ചാർജ് നമ്മൾ ഈടാക്കുന്നത് കിട്ടേണ്ടത്ര ഈടാക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ എനർജി ചാർജും ഇതൊക്കെ ആയിട്ട് ഈടാക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ ഫിക്സ്ഡ് ചാർജ് എന്ന് പറയുന്നത് ഇതേപോലെ ഇത് ഇനി കേരളത്തിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇനി ഈ ഫിക്സ്ഡ് ചാർജ് KCB എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. KCB ശരിക്കും ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. KCBക്ക് ആകെ ഒരു 20%-30% അടുപ്പിച്ച് ഉൽപ്പാദനം മാത്രമേ ജലവൈദ്യുത പദ്ധതികളിലുള്ളൂ. ബാക്കി മൊത്തം KCB പുറത്തുനിന്ന് മേടിക്കുകയാണ്. ഇത് വാങ്ങുന്നതൊക്കെ അവർക്ക് ഇതേപോലെ ചാർജ് കൊടുക്കുന്നുണ്ട് KCB. അതേപോലെ തന്നെ ഒരു ഫ്യൂൽ സർചാർജ്, ഡ്യൂട്ടി 10% ഡ്യൂട്ടി, അത് നമ്മൾ നികുതി കൊടുക്കുന്നില്ല. അതാണ് ഇത് സർക്കാരിലേക്ക് പോകുന്ന നികുതിയാണ്. ഇത് GST, വൈദ്യുതിക്ക് GST, വൈദ്യുതിക്കും പെട്രോളിനും ഒന്നും GST ബാധകമാക്കിയിട്ടില്ല. അത് അവിടെ ഡ്യൂട്ടി നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെയാണോ അതേപോലെ. ഡ്യൂട്ടി ഇപ്പം 10%, കേരളത്തിൽ 10%, 16% ഉള്ള സംസ്ഥാനങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളുണ്ട്, 16-20% വരെ ചില സംസ്ഥാനങ്ങളുണ്ട്, ഡ്യൂട്ടി കുറഞ്ഞ സംസ്ഥാനങ്ങളും ഉണ്ട്. പിന്നെ വരുന്നതാണ് ചോദിച്ചത് ഫ്യൂൽ ചാർജ്. ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഫ്യൂൽ ചാർജ് അല്ല, അവർ വായിച്ച വിട്ടുപോയതാണ്. ഫ്യൂൽ സർചാർജാണ്. ഇത് മറ്റുള്ള സ്റ്റേറ്റുകൾ ഫ്യൂൽ അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാണ് ബില്ലിലുണ്ടാവുന്നത്. അതായത് നമ്മൾ ഈ വൈദ്യുതി വാങ്ങുമ്പോൾ ഈ വൈദ്യുതി വിലയിൽ പല രീതിയിലും ഏറ്റക്കുറച്ചിലുണ്ടാവും. ഒന്ന് കൽക്കരിയുടെ, ഇപ്പം ഇമ്പോർട്ട് ചെയ്ത കൽക്കരി നമ്മളെ പ്ലാന്റുകളൊക്കെ വല്ലാതെ ഉപയോഗിക്കേണ്ടാവും, അങ്ങനെ നമ്മൾ കൽക്കരിയുടെ വിലയിൽ വർധന ഉണ്ടാകും. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയിലും അങ്ങനെ ധാരാളം വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ റെഗുലേറ്ററി കമ്മീഷന് കൊടുത്ത് എനർജി ചാർജിൽ ഈടാക്കിയതിൽ നിന്നും പല കൂടുതലുകളും ഉണ്ടാകും. ഇതൊക്കെ KCB വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കൊടുക്കണം. കൊടുക്കുന്നത് KCB എങ്ങനെ കൊടുക്കുക?
വിതരണ കമ്പനി എന്ന രീതിയിൽ ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. KCB ആദ്യം ഇത് അഡ്വാൻസായി ചെയ്യുകയും പിന്നെ റെഗുലേറ്ററി കമ്മീഷനിൽ ഇത് അവതരിപ്പിച്ച് അനുമതി മേടിച്ചിട്ടാണ് ഉപഭോക്താക്കൾ ഈടാക്കുന്നത്. ഇപ്പം കേരളത്തിൽ 19 പൈസയാണ് ഈ ഫ്യൂൽ സർചാർജ്. 2 ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് ഓട്ടോ റിക്കവറി ഫ്യൂൽ സർചാർജ് ഉണ്ട്. അതായത് 10 പൈസ വരെ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ KCBക്ക് ആരനുമതിയും ഇല്ലാതെ വാങ്ങാൻ പറ്റും. അതായത് ആ ഒരു നിയമപ്രകാരം റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ അനുമതി 10 പൈസ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി മേടിക്കണം. അന്നേരം 10 പൈസ ഓട്ടോ റിക്കവറി ആയിട്ടും 9 പൈസ അതല്ലാതെ 19 പൈസയാണ് KCB ഈ സർചാർജ് 2 രീതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ബില്ല് കൊടുക്കണമെന്നുണ്ട്. കാരണം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ കണക്കുകൾ കൃത്യമായി വെക്കാനും കൃത്യമായി റെഗുലേറ്ററി കമ്മീഷനെ ബോധിപ്പിക്കാനും പറ്റും. ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 19 പൈസ പറയുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലെ കാര്യം നോക്കണം. ഗുജറാത്തിൽ അടുത്ത ദിവസം വരെ ഞാൻ നോക്കിയപ്പോൾ 3 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ മുകളിലുള്ള ഈ ഫ്യൂൽ അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, ഈ സർചാർജ് എന്ന് പറയുന്നത്. കാരണം അത് അവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ കൂടുതൽ വൈദ്യുതി മേടിച്ചിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത കൽക്കരി ഉപയോഗിക്കുന്ന പ്ലാന്റുകളിൽ നിന്ന്, വേറെ പല കാരണങ്ങൾ ഇതിനെ ഇതാക്കുന്ന കാര്യമാണ്. അന്നേരം നമ്മൾ അതൊന്നും അറിയാതെ ഇത് കേരളത്തിൽ മാത്രമാണിത് എന്തോ എനിക്ക് തോന്നുന്നത് എന്തോ കേരളത്തിനെതിരുള്ള ഒരു ഗൂഢാലോചന. അത് മലയാളികളൊക്കെ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വ്യത്യസ്തമാണ്. പല സ്ഥലത്തും നമ്മളെ കാട്ടി കൂടുതലാണ്. പിന്നെ ഫിക്സ്ഡ് ചാർജ് എന്താണെന്നും അത് പിന്നെ കിഡ്നി അടിച്ചു മാറ്റുന്ന കൊള്ളയാണ് എന്നൊക്കെ ഇപ്പൊ എന്താ അയാളോടൊക്കെ പറയാ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ അയാൾ ഇത് മൊത്തം എന്നാണ് തട്ടിപ്പാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം തട്ടിപ്പാണ്, വൈദ്യുതി നിയമം തട്ടിപ്പാണ്, ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരും തട്ടിപ്പാണ്. അയാൾ മാത്രമാണ് ശരിയെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം അറിവില്ലായ്മയാണ്. അറിവില്ലാതെ എനിക്ക് എന്തൊക്കെയോ അറിയാമെന്ന് വിചാരിച്ച് വിഡ്ഢിത്തരം വിളമ്പുകയാണ്. അത് അയാളെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഈ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റൊക്കെ KCB നമ്മുടെ KCBൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാര്യമായിട്ട് പറഞ്ഞ് നല്ല ചർച്ച ചെയ്തതാണ്. സമൂഹത്തിൽ ചർച്ചയായ കാര്യങ്ങൾ നിരന്തരമായിട്ട് ഉപഭോക്താക്കൾ ചോദിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ഭൂരിഭാഗം പേർക്കും അറിയായത്. അന്നേരം അതിൻ്റെ ഇടയിൽ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന മണ്ടത്തരമാണ് എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് KCB എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കുമായിരിക്കും. ഇങ്ങനെ മൈക്ക് കെട്ടിയിട്ട് വിവരക്കേട്, നിയമവിരുദ്ധമായ വിവരക്കേടുകളൊക്കെ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക, മലയാളികളെ മൊത്തം അപമാനിക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ മാനഹാനിക്കും എല്ലാം ഇതാക്കേണ്ടതാണ്. അവസാനം എന്തായിട്ടും ആ രീതിയിൽ തന്നെ പോകും. തീർച്ചയായിട്ടും. കാരണം അതിൽ പല ആവൃത്തി അയാൾ ഉപഭോക്താവൊക്കെ തനി മണ്ടന്മാരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം തീരെ വിവരമില്ലാതെ അതെ ഉപഭോക്താക്കൾക്കൊന്നും യാതൊരു അല്ല, അയാള് മണ്ടരാണെന്ന് വിചാരിച്ച് നാട്ടുകാർ മൊത്തം മണ്ടരാണെന്ന് പറയുന്നതിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. അയാള് മണ്ടരായിരിക്കും. പിന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു കാര്യമാണ് മീറ്റർ റെന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈക്ക് എന്നൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് എന്തിനാണ് റെന്റ് എടുക്കുന്നത്? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് ചോദ്യമുണ്ട്. വാസ്തവം ഈ യൂട്യൂബിൻ്റെ അടിയിൽ കുറേ ആൾ കിട്ടുന്നൊരു കമൻറ്റിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആൾക്കാർ കോടതിയിൽ പോകില്ലെന്ന്. ഇത് കാണുന്ന ഒരാൾക്ക് കോമൺ സെൻസ് ഉണ്ട്, ഇയാൾക്ക് അങ്ങനെ ഒരു കോമൺ സെൻസും ഇല്ല. ഒരാൾ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച് വാടക ഈടാക്കിയാണ് ഇവരൊന്ന് വെറുതെ നിൽക്കും ആൾക്കാർ കോടതിയിൽ പോലെ. അതായത് KCBയിൽ മീറ്റർ 2 ടൈപ്പ് മീറ്ററാണ് ഉള്ളത്. ഒന്ന് ഉപഭോക്താവ് മേടിച്ച് തരുന്ന മീറ്റർ, അതല്ലെങ്കിൽ KCB മേടിക്കുന്ന മീറ്റർ. ഒരാളൊരു പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ അതിൽ മീറ്ററിൻ്റെ പൈസ പെട്ടിട്ടില്ല, മീറ്റർ അങ്ങനെ അതിൽ ഉൾക്കൊള്ളിക്കാൻ വകുപ്പില്ല. വേണമെങ്കിൽ അയാൾക്ക് മീറ്റർ മേടിച്ച് തരാം, അതല്ലെങ്കിൽ KCB മീറ്റർ വെക്കും. അന്നേരം മീറ്റർ വാങ്ങി തന്ന ആൾക്കാർക്ക് ഇപ്പം വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. ഫ്ലാറ്റുകൾക്ക് 300-400 കണക്ഷൻ ഉണ്ടാവും. അതിന് 400 മീറ്റർ ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് KCB കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഇവരൊക്കെ സ്വന്തമായിട്ട് മീറ്റർ മേടിച്ച് വെക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ റെൻ്റ് ഈടാക്കില്ല. അതുമാത്രമല്ല, ഇപ്പോൾ മീറ്ററിന് ഇപ്പോൾ 3 ഫേസ് മീറ്ററിന് ഷോർട്ടേജ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കണക്ഷൻ വേണ്ടവരൊക്കെ മീറ്റർ മേടിച്ച് തരുന്നുണ്ട്. അവരോടൊന്നും റെൻ്റ് ഈടാക്കില്ല. KCB സ്വന്തം വെച്ച മീറ്ററിന് മാത്രമേ റെൻ്റ് ഈടാക്കൂ. അതും KCB ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലോൺ എടുത്തിട്ടാണ് ഇത് മേടിക്കുന്നത് വിചാരിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും ഇപ്പോൾ സിംഗിൾ ഫേസ് മീറ്റർ 1000 രൂപ ഘടിപ്പിച്ചാവും. KCB മേടിക്കുന്ന 2 മാസത്തേക്ക് 12 രൂപ. എൻ്റെ ഇൻട്രസ്റ്റ് പോലും ആകുന്നില്ല. അതുമാത്രമല്ല, ഈ മീറ്ററിന് എന്ത് പറ്റിയാലും KCB മാറ്റിത്തരാൻ KCBക്ക് ബാധ്യതയുണ്ട്. KCB അത് മാറ്റി തരുകയും ചെയ്യും. പക്ഷേ ഉപഭോക്താവിന് എന്താ, ഈ മീറ്റർ 5 കൊല്ലത്തിനുള്ളിൽ മാറ്റി തന്നെ ഗ്യാരണ്ടി പീരീഡ് ഒക്കെ ആയിരിക്കും. അദ്ദേഹത്തിന് ഈ മീറ്ററുമായിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ഉപഭോക്താക്കളും സ്വന്തമായിട്ട് മീറ്റർ മേടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അഥവേ റെന്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. KCB വെച്ച ഒരു മീറ്ററാണെന്ന് കരുതുക. എനിക്ക് അത് പ്രത്യേക ഒരു അപേക്ഷ മറ്റൊന്നും അതിന്റെ പണം തന്നു കഴിഞ്ഞാൽ അത് എൻ്റെ പേരിലേക്ക് ആക്കി റെന്റ് ഒഴിവാക്കാൻ പറ്റും. ഉറപ്പായിട്ടും പറ്റും. പക്ഷേ ഒരു കാര്യം, ഈ മീറ്റർ വരുമ്പോൾ മീറ്ററിൽ ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി വരണം. ഒരു അംഗീകൃത ലെവലിലുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അത് മീറ്റർ വാങ്ങുമ്പോൾ തന്നെ കിട്ടും. ഇപ്പം അടുത്ത ദിവസങ്ങളൊക്കെ 3 ഫേസ് മീറ്റർ തീരില്ല ഞങ്ങളതിൽ. അന്നേരം ആൾക്കാർ മീറ്റർ മേടിച്ച് തരുവാണ്. LNT പോലുള്ള കമ്പനികളുടെ മീറ്റർ മേടിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിൽ എന്തിനാണ് പിന്നെ റെന്റിനെതിരാണ് GST എന്ന് പറഞ്ഞാൽ, അതായത് വൈദ്യുതി ചാർജ് GST ഇല്ല. പക്ഷേ ഈ റെൻറ്റ് അതുപോലുള്ള സർവീസുകൾക്കും ഇതിനും GST കൊടുക്കണമെന്നാണ് നാട്ടിലെ നിയമം. ഈ GST KCB കിട്ടുന്നതല്ല, GST അതിനനുസരിച്ച് സർക്കാരുകൾക്ക് കിട്ടുന്നതാണ്. അത്
കൊടുക്കാൻ ബാധ്യത നിയമപ്രകാരം ഉണ്ട്. പിന്നെ അവർക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം. GST നിയമം തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെങ്കിൽ കോടതിയിൽ റദ്ദാക്കുമല്ലോ. അതല്ലാതെ ഈ ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓട്ടോ റിക്കവറി എന്നൊരു അത് ഞാൻ പറഞ്ഞു. ഇപ്പം തന്നെ ഫ്യൂൽ സർചാർജിൽ ഒരു ആദ്യത്തെ 10 പൈസ പറഞ്ഞില്ലേ, അതാണ് ഓട്ടോ റിക്കവറി ഫ്യൂൽ സർചാർജ്. അതായത് 10 പൈസ വരെ KSEBിക്ക് എന്ത് ചെയ്യാം, അനുമതി ഇല്ലാതെ വാങ്ങാം. അതിന് ശേഷമുള്ളത് അനുമതി മേടിക്കണം. റെഗുലേറ്ററി കമ്മീഷൻ അനുമതി മേടിക്കണം. മറ്റേത് കണക്ക് റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കണം. അങ്ങനെയാണ് 10ഉം 9ഉം കൂടിയിട്ടാണ് 19 പൈസ വന്നിരിക്കുന്നത്. ഇതാണ് ഓട്ടോ റിക്കവറി. അതെ അതെ. പിന്നെ ലാസ്റ്റ് ആ ബില്ല് സെറ്റ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഓഫിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പൊതുവെ ചെയ്യുമ്പോൾ 6 രൂപ 95 പൈസ 5 പൈസ കൂട്ടി 7 രൂപ എന്ന് പറയുന്ന ഒരു രീതി. നമ്മൾ ഏതൊരു കടയിലും ബില്ല് വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, നിങ്ങളിപ്പോൾ വ്യാപാരി വ്യവസായമല്ലേ റൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ റൗണ്ട് ചെയ്യുന്നുണ്ട്. ആക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇല്ല, റൗണ്ട് ചെയ്യാതെ നമ്മളെങ്ങനെയാണ് അതായത് നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്ന ഫിനാൻഷ്യൽ കോഡ് എന്ന് പറഞ്ഞ നിയമമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50 പൈസേൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് റൗണ്ട് ചെയ്യുന്നതന്നെ. മാത്രമല്ല പണടക്കാൻ വേണ്ടി ഈ 15 പൈസയൊക്കെ പറഞ്ഞാൽ നമ്മളിൽ 15 പൈസ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അതെ, അങ്ങനെ. പിന്നീട് അഡ്വാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ അഡ്വാൻസ് ആരുടെ അമ്മൂമ്മയെ കെട്ടിക്കാനാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? എന്തായിട്ട് ഞങ്ങളാരും അമ്മൂമ്മേനെ ഇതുവരെ കെട്ടിച്ചിട്ടില്ല. ഇയാളെ സ്വഭാവം വെച്ച് ഇയാളെ അമ്മൂമ്മേനെ കെട്ടിച്ചിട്ടുണ്ടാവും. മിക്കവാറും അപ്പൂപ്പൻ എന്ന് പറയുന്ന ആളെ നിന്ന് സ്ത്രീധനത്തിന്റെ ഷെയർ മേടിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ് ഇയാളെ സ്വഭാവം വെച്ചിട്ട്. ഈ ഒരാളെ നമ്മൾ എന്താണ് അധികം നമുക്ക് ഒരാളെ വിമർശിക്കുന്നതിൽ വ്യക്തിപരമായി വിമർശിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് പറഞ്ഞു പോവുകയാണ് ഇങ്ങനെ വിഡിത്തരങ്ങൾ വെച്ച്. ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയോ? ഇയാൾ നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്റ് ഇല്ലേ, ഈ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് KSEB അയാളെ അതായത് അവരെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചിട്ടുണ്ട്. നമ്മളെ വൈദ്യുതി മന്ത്രി അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മാസം കുറേയൊക്കെ അഡ്വാൻസ് ആയിട്ട് ബില്ല് കുറയുന്നൊക്കെ. അതായത് അയാളെ ഇൻട്രസ്റ്റ് ബാങ്ക് റേറ്റിൽ ഇൻട്രസ്റ്റ് KSEB അങ്ങോട്ട് വരവ് വെച്ച് ബില്ലിൽ കുറച്ച് കൊടുത്ത കാര്യമാണ് അയാൾക്ക് അങ്ങോട്ട് ബില്ലിട്ട് എന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. എന്താ പറയുക, ഒന്ന് കണക്കൂട്ടി നോക്കുക. ഒരു ബില്ലെടുത്ത് നോക്കുമ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുത്ത് കണക്കൂട്ടി നോക്കിയാൽ ഈ മണ്ടൻ ഈ കാര്യം മനസ്സിലാവും. അതൊന്നും ചെയ്യാതെ അയാൾക്ക് നേട്ടമാണ്. അതുമാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്റ് ഇല്ലേ, ഈ ഡെപ്പോസിറ്റ് KSEBക്ക് എന്തോ തിന്നാനുള്ള പൈസ എന്നൊക്കെ ഇയാൾ പറയുന്നത്. ഈ നമ്മളിതിന് KSEB ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് അതെ അതെ വേണ്ടിക്കല് പുള്ളിക്ക് വേണ്ടിക്കല് ഈ അവസരം ഉപയോഗിച്ചിട്ട് പുള്ളിന്റെ അമ്മൂമ്മയോ അമ്മൂമ്മേന്റെ ആരും വേണ്ടിക്കും കെട്ടിക്കാം, ഒരു പ്രശ്നം പുള്ളി കെട്ടിച്ചു തെറ്റിദ്ധരിപ്പിക്കണം പുള്ളി. അത് ഇതേപോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു. അത് മലയാളികളെ മൊത്തം കളിയാക്കുന്ന രീതിയിലാണ് പുള്ളി ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ സർചാർജിനെ കുറിച്ച് പറയുന്നുണ്ട്. സർചാർജ് ബന്ദിച്ചോറിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. സർചാർജ് എല്ലാ ബില്ലിലും ഉണ്ടാവില്ല. ഇപ്പൊ എൻ്റെ കയ്യിൽ കുറേ ബില്ലുണ്ട്, ഈ ഒറ്റ ബില്ലിൽ സർചാർജ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ബില്ല് അടക്കുന്ന ഒരാൾക്ക് സർചാർജ് വരില്ല. സർചാർജ് പറഞ്ഞാൽ ശരിക്കും ലേറ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അതായത് നമുക്ക് കറണ്ട് ബില്ല് തന്ന് 10 ദിവസമാണ് കറണ്ട് ബില്ല് അടക്കാനുള്ള ഡേറ്റ്, 10 ദിവസം. അത് കഴിഞ്ഞിട്ട് വരുന്നതിന് ചെറിയൊരു ഇൻട്രസ്റ്റ് വരും. ഇത് അടുത്ത 20 ദിവസത്തിന് അതായത് നമുക്ക് മൊത്തം 30 ദിവസമാണ് ഏകദേശം കിട്ടുക. ഏകദേശം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അന്നേരം ഒരു ഇതിൽ അതിനുശേഷം വരുന്നതിന് ചെറിയൊരു ഇൻട്രസ്റ്റ് വരും. ആ എമൗണ്ടിന് എത്ര എമൗണ്ടാണോ ആ ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റാണ് സർചാർജ് തൊട്ട് അടുത്ത ബില്ലിൽ ഈടാക്കുന്നത്. ആ അടുത്ത ബില്ലാണ് വരിക. കാരണം ഇയാൾ എപ്പോഴാണോ അടക്കുന്നത് അത് വരെയുള്ളത് തുകയല്ലേ, അത് അടച്ചതിന് ശേഷമല്ലേ കണക്കൂട്ടാൻ പറ്റൂ. അതാണ് സർചാർജ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് ഈ ലേറ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ സർചാർജ് വരിക, അതല്ലാതെ ആർക്കും ഉണ്ടാവില്ല ഈ സർചാർജ്. അപ്പോൾ അത്തരത്തിൽ സർചാർജിന് വരിക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ എന്തിനാണ് KSEB ഇൻട്രസ്റ്റ് എടുക്കാൻ നിർബന്ധിതമാകുന്നത്? KSEB അതായത് ഇത് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ കൃത്യമായിട്ട് ഇൻട്രസ്റ്റിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റാണ് KSEB ഈടാക്കുന്നത്. ശരിക്കും KSEB കറണ്ട് വാങ്ങി കൊടുക്കുകയാണ്. അത് KSEB ഏകദേശം 2 മാസം മുമ്പേ വാങ്ങി അതിൻ്റെയൊക്കെ പൈസ കൊടുത്ത കറണ്ടാണ് ഇതിൻ്റെ ബില്ലാണ് ഇപ്പം മേടിക്കുന്നത്. KSEB ഇതിന് ഡിലേ ആകുമ്പോൾ KSEB അവിടെ ഇൻട്രസ്റ്റും ലേറ്റ് പേയ്മെൻറ്റ് ചാർജൊക്കെ വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ KSEB കുറച്ച് ബെറ്റർ ആണെന്നാണ് കേട്ടത്. അതെ, കടമെടുത്തിട്ടും KSEB കൊടുക്കേണ്ടി വരും. ഉപഭോക്താക്കളിൽ നിന്ന് കിട്ടുന്ന പൈസ പുറമെ ചിലപ്പം ഈ വേനൽക്കാലത്തൊക്കെ ഇത് വരുമ്പോൾ KSEB സ്വാഭാവികമായിട്ട് ലോൺ എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണല്ലോ, ലോൺ എടുത്തിട്ട് ലോണിന് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പൈസയൊക്കെ KSEB ശരിക്കും ഈ വാങ്ങുന്ന പൈസയൊക്കെ KSEBക്ക് ചിലവ് വരുന്നത് തന്നെയാണ്, അല്ലാണ്ട് KSEB കൊള്ളയടിക്കുക ഒന്നുമല്ല. പിന്നെ മറ്റൊന്ന് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ് സ്ലാബിൻ്റെ നിരക്ക്. അവിടെ നമ്മളോട് പറയുന്നത് 1 യൂണിറ്റ് മുതൽ നിങ്ങൾ 800 യൂണിറ്റ് വരെ ഉപയോഗിച്ചാലും 900 ഉപയോഗിച്ചാലും അതിന് മൊത്തം 1 യൂണിറ്റ് മുതൽ 900 വരെ ഏറ്റവും അവസാനത്തെ വലിയ തുക എടുക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞത് അത് ടെലിസ്കോപ്പിക്
താരിഫും നോൺ ടെലിസ്കോപ്പിക്കും ഉണ്ട്. നമ്മളെ ഡൊമസ്റ്റിക് വീടുകൾക്ക് 2 മാസത്തിൽ 500 യൂണിറ്റ് വരെ വരുന്നവർക്ക് ടെലിസ്കോപ്പിക്കാണ്. അതായത് ആദ്യത്തെ 100 യൂണിറ്റുകൾക്ക് 3 രൂപ 15 പൈസയാണെന്ന് വിചാരിക്കും. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്, അതിന് താരിഫ് നോക്കിയിട്ടല്ല പറയുന്നത്. അന്നേരം അത് 101 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ ആ 100 യൂണിറ്റിന് അതേ ചാർജും ആ 1 യൂണിറ്റിന് മാത്രം അടുത്ത സ്ലാബിൻ്റെ ചാർജും കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ സ്ലാബ് സിസ്റ്റം, അതായത് ടെലിസ്കോപ്പിക് സിസ്റ്റം. എന്നാൽ 2 മാസത്തേക്ക് 500 യൂണിറ്റിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാത്തിനും ഒരേ സ്ലാബ് വരും. പക്ഷേ അത് 1 മുതൽ 500 വരെ തന്നെ വരും. അതായത് 501 യൂണിറ്റ് ആയാലും അതാണ് 500 കഴിഞ്ഞ് 501 ഒരു ചാടൽ വരുന്നത്. ഇതും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചാണ്. KCBക്ക് ഇപ്പോൾ 1000 യൂണിറ്റ് വരെ നോൺ ടെലിസ്കോപ്പിക് ആയിക്കോന്ന് പറഞ്ഞാൽ KCBക്ക് അതിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പം പലരും ചോദിക്കും എന്തിനാണെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പൊറോട്ട മേടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇപ്പോൾ 10 റുപ്യ, എത്ര മേടിച്ചാലും 10 റുപ്യയിലുള്ളൂ കൂടുതൽ മേടിച്ചാൽ. പക്ഷേ KCB അങ്ങനെയല്ലല്ലോ, ആദ്യത്തെ 1 പൈസ പിന്നെ 1 പൈസ. ഇതെന്താ വിചാരിച്ചാൽ സാധാരണ കറണ്ട് ഉപയോഗം ഏറ്റവും കുറവുള്ളത് നാട്ടിൽ പാവപ്പെട്ടവരാണ്. എന്നാൽ അവർക്ക് ചെറിയ പൈസക്ക് കറണ്ട് കൊടുക്കണം. അതായത് 3 രൂപ 15 പൈസ 3 രൂപ 40 പൈസക്കൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ടിന് ചിലവ് നമുക്ക് 7 രൂപ കടുപ്പിച്ച് ചിലവുണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. പാവപ്പെട്ടവരോട് നീതി പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് KCB അല്ല, ഇന്ത്യയിലെ നിയമം, വൈദ്യുതി നിയമവും റെഗുലേറ്ററി കമ്മീഷനുകളും എടുത്ത കാര്യം അതാണ്. അത് അനുസരിക്കുക മാത്രമേ ഉള്ളൂ. KCBക്ക് അങ്ങനെ പാവപ്പെട്ടവരോട് ഇത് തീരുമാനിക്കാനുള്ള ഒരു അധികാരമില്ല. KCBക്ക് അങ്ങനെയുള്ള അധികാരങ്ങളൊന്നുമില്ല. റെഗുലേറ്ററി കമ്മീഷനുകൾ. അത് ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്. വൈദ്യുതി ചാർജ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ലാബ് സിസ്റ്റം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. വളരെ തെറ്റാണ് പുള്ളി പറയുന്നത്. കാരണം പുള്ളി 100 യൂണിറ്റിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അന്നേരം അതിൽ ആൾക്കാർ വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെടും. പിന്നെ ഈ ഡ്രൈവർമാരുടെ സാലറി നമ്മളിൽ നിന്ന് ഈടാക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. വലിയ സാലറിയാണ് കൊടുക്കുന്നതിനെ കുറിച്ച് സാറിന് അറിയും? അതായത് ഈ സാലറി ഒക്കെ എന്തെങ്കിലും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡ്രൈവറുടെ സാലറി പറയുമ്പോൾ തന്നെ പുള്ളി ഒരു കാര്യം ചെയ്യട്ടെ, പോലീസിലെ ഡ്രൈവർ, KSRTCയിലെ ഡ്രൈവർ, ഇനി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവറിൽ അവിടെയൊക്കെ സാലറി എടുക്കുക. ഇനി ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ റെയിൽവേൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KCBനെക്കാട്ടിയൊക്കെ വലിയൊരു സാലറിയാണ് റെയിൽവേയിൽ കിട്ടുന്നത്. ഇത് അന്നേരം അതൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ ഇതും ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയല്ല. ഇത് പൊതുസമൂഹം, കാരണം സാലറി കൊടുക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെയാണ്. ഏത് സർക്കാർ സമിതി ഇവിടെ ജനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരികൾ. അല്ലാണ്ട് അന്നേരം ജനങ്ങൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ചർച്ച ചെയ്യുമ്പം എല്ലായിടത്തുള്ള സാലറി വെച്ചു KCBനെ മാത്രം നോട്ട് ചെയ്ത് KCBയിൽ കൊള്ളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും. പിന്നെ KCBയിൽ ഇപ്പം ഡ്രൈവർമാരൊന്നും തീരെയില്ല, റിട്ടയർഡായി പോയി. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ KCBയിൽ ഡ്രൈവർമാരായിട്ടുള്ളൂ. പുതിയ ഡ്രൈവർമാരൊന്നും പെർമനൻറ്റ് ആയിട്ട് എടുക്കുന്നില്ല. അന്നേരം അതൊന്നും ചർച്ച ചെയ്യാതെ ഇത് മാത്രമാണ് പറയുന്നത്. ഇപ്പം ഞാനൊരു KCBയിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി പിന്നെ ഒരു കേന്ദ്ര പൊതുമേഖല സ്ഥാപനത്ത് വർക്ക് ചെയ്തതാണ്. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സാലറി കുറയാണ് ചെയ്തത്. എനിക്ക് കുറവാണ് ഇപ്പം കിട്ടുന്നത്. ഞാനിപ്പോൾ അവിടെയാണെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടി വളരെയധികം സാലറി ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 2 ടൈപ്പ് ജോലിയാണ്, പല കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഈ ഡ്രൈവർമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ KCBൻ്റെ ഓരോ സെക്ഷൻ ഓഫീസിലും നടത്തി വരുന്നത് പുറമേ കരാർ കോൺട്രാക്ട് കൊടുത്തിട്ട് ചെറിയ തുകക്കാണ്. അതൊരു പ്രശ്നമായിട്ട് ഇത് നമുക്ക് ഡ്രൈവർ മാത്രമല്ല, ജീപ്പും ഡ്രൈവറും പെട്രോൾ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 1800 കിലോമീറ്റർ കൂടെ. ഇപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ 45,000 രൂപയാണ് ഒരു മാസത്തിൽ ഫുൾ ടൈം ഡ്രൈവറൊക്കെ വെക്കുന്നതിൽ KCBക്ക് കോൺട്രാക്ട് കൊടുത്ത് KCBക്ക് ചിലവ് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങൾ ഇപ്പോൾ അവർക്ക് മുതലാകുന്നില്ല എന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇത് വരാത്തത് അങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ എന്താണ്, അതൊരു റൈറ്റ്. അവരെല്ലാവരും കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെൻഡർ വിളിച്ച് അതിൽ നിന്ന് വന്നവരാണ്. അന്നേരം ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമല്ല, ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓർഡറുകൾ പ്രകാരമുള്ള റൈറ്റാണ് KCB കൊടുക്കുന്നത്. പക്ഷെ അത് പൊതുവെ വർഷകാല കെടുതികൾ, അതുപോലെ പ്രസരണ നഷ്ടങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയാണ് KCB ഞങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് നടത്തി സെറ്റ് ചെയ്ത് പോരുന്നത്? KCBയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ചാർജ് മാത്രമാണ്. പിന്നെ അതല്ലാതെ ഈ കേബിൾ TVൻ്റെ പോസ്റ്റിൽ കിട്ടുന്ന പൈസ, പിന്നെ KCBയുടെ ചിലപ്പോൾ ടൂറിസം, അങ്ങനെയുള്ള ചെറിയ വരുമാനങ്ങൾ KCB, അതും വൈദ്യുതി ചാർജിൽ കുറയാൻ കാരണമാകുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും വൈദ്യുതി ചാർജ് തന്നെയാണ്. KCBയുടെ ചിലവ് സ്വാഭാവികമായിട്ടും വൈദ്യുതി ചാർജിൽ നിന്ന് മാത്രം ഈടാക്കാനേ ഇതും അല്ലെങ്കിൽ ഇതുപോലുള്ള ചിലവെന്ന് ഈടാക്കുക. അത് KCB എൻ്റെ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ വൈദ്യുതി വിതരണ ഉൽപ്പാദന കമ്പനികളെന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൈവറ്റ് കമ്പനികൾ ധാരാളം സ്ഥലത്ത്, ബോംബെയിലും നമ്മുടെ ഡൽഹിയിലൊക്കെ കറണ്ട് വിൽക്കുന്നുണ്ട്. ഇപ്പം ബോംബെയിലെ കമ്പനികൾ എടുത്ത് നോക്കി എല്ലാവരും KCBനെ കാട്ടി കറണ്ട് ചാർജ് കൂടുതലാണ്, ബോംബെയിലെ കമ്പനികൾ. പിന്നെ ഇപ്പം ഗുജറാത്തിലാണ് ഏകദേശം കറണ്ട് ചാർജ് വളരെ കൂടുതൽ. നമുക്ക് ഈ കറണ്ട് ചാർജ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഡൊമസ്റ്റിക്കിന് കുറവാണ്. 100 യൂണിറ്റ് അവർക്ക് സബ്സിഡി ഫ്രീ ആണ്, എല്ലാവർക്കും ഫ്രീ ആണ് എന്ന് വിചാരിച്ചാൽ അവിടെയുള്ള വ്യവസായികൾക്കും വ്യാപാരികൾക്കും കറണ്ട് ചാർജ് കൂടുതലാണ്. ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ച് വളരെ കറണ്ട് ചാർജ് കുറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ വ്യാപാരികൾക്ക് അത്ര ഒരു വലിയൊരു മെച്ചമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതെല്ലാം പുറത്ത് പറഞ്ഞ് കേൾക്കുന്നത് എപ്പോഴും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഒരുപാട് കുറവാണെന്നും നമ്മൾ കുറെ കൂടുതലാണെന്നുള്ളത് ഒരു
സാധനമാണ് പുറത്തേക്ക് അതായത് കൊറോണ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, മഹാരാഷ്ട്രയിലടക്കം ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി പാലക്കാടുള്ളതാണെന്ന് വാർത്ത ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ശരിക്കും ഈ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് മെയിനായിട്ട് അവരെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ചിലവ് വരുന്നത് വൈദ്യുതിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈദ്യുതി കൂടുതൽ മെയിൻ കോസ്റ്റായിട്ട് വരുന്ന കമ്പനികളൊക്കെ ഇത് നോക്കിയിട്ട് അവർ ഇൻഡസ്ട്രിയൽ താരിഫ് എവിടെയാണ് കുറവ് വന്നിട്ട് ഇതാക്കുന്നത്. അതാണ് കേരളത്തിൽ കഞ്ചിക്കോടൊക്കെ കുറേ വ്യവസായങ്ങൾ വന്നിരിക്കുന്നത്. അതായത് വ്യവസായത്തിന് പൊതുവേ വൈദ്യുതി ചാർജ് കുറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. അത് മുന്നേ അങ്ങനെയാണ്. ഈ വൈദ്യുതി ചാർജ് പെട്ടെന്ന് അങ്ങ് കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. ഇത് ചെറിയൊരു രീതിയിൽ പെട്ടെന്ന് അല്ലെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഒരു മേഖല തകർന്നു പോകും. അതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നൊരു കാര്യമാണ്. അതേപോലെ ചെറുകിട വ്യവസായങ്ങളുണ്ട്, ഈ കുടിൽ വ്യവസായങ്ങൾ 10 KWൻ്റെ, അവർക്കൊക്കെ മറ്റുള്ള സ്റ്റേറ്റുകളെക്കൊണ്ട് വളരെ കുറവാണ് ഈ ഫിക്സ്ഡ് ചാർജ്, എല്ലാം വളരെ കുറവാണ്. പിന്നെ വളരെ പ്രോത്സാഹനം കൊടുക്കുന്ന നിലപാട്. ഇപ്പം ഇനി വീട്ടിൽ തന്നെ ആർക്കെങ്കിലും ചെറിയ ഇൻഡസ്ട്രി തുടങ്ങാവുന്നൊരു 5 HP വരെ മോട്ടോർ വെച്ചിട്ട് ചെറിയ പരിപാടി തുടങ്ങാവുന്നൊരു ഭേദഗതി ഇപ്പം തന്നെ സപ്ലൈകോഡിൽ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ സൗഹൃദമായ രീതിയിലേക്ക് മാറും. നമ്മളിപ്പോൾ നിലവിൽ 1 KW ഉപയോഗിച്ച് വരുന്ന ഒരാൾക്ക് മിനിമം ചെയ്തിരിക്കുന്ന 70 രൂപ എന്നാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ താരിഫിനായിരിക്കും ഇത് പറയുന്നത്. അതെ, കൊമേഴ്ഷ്യൽ താരിഫിന് 70 രൂപ. അത് 2 KW ആകുമ്പോൾ ഏതാണ്ട് 90 രൂപ എങ്ങാണ്ട് ചെറിയൊരു മാറ്റം. അല്ല, 1 KWൻ്റെ ഇരട്ടിയായിരിക്കും 2 KW. അപ്പോൾ 140. അങ്ങനെ ഇരട്ടിയാവുള്ളൂ. അങ്ങനെ വരുന്നു. അത് ഇൻഡസ്ട്രിക്ക് ഉണ്ട് 10 കിലോവാട്ട് വരെ ഇത്ര കുറവ്, പിന്നെ അതിൻ്റെ മേലെ ഉണ്ട്. സാധാരണ കൊമേഴ്ഷ്യലിന് അങ്ങനെ 3 ഫേസ് സിംഗിൾ ഫേസ് വ്യത്യാസം എന്നല്ലാതെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കൊമേഴ്ഷ്യലിനില്ല. ഈ അടുത്ത മാസം വരെ അർപ്പണം എന്ന രീതിയിൽ നമുക്ക് ഇത് സ്വയം സമർപ്പിക്കാവുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. ഞാൻ ഇത്ര വരെ ലോഡ് വെളിപ്പെടുത്തൽ അങ്ങനെ അതിന്റെ ആ സന്ദർഭം കഴിഞ്ഞോ? അത് ഇനി വീണ്ടും വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇപ്പം ഈ പ്രശ്നത്തിൽ, നമ്മളെ ഈ വീഡിയോൻ്റെ പ്രശ്നത്തിൽ ഇപ്പം ഞാനൊക്കെ കാണുന്നത്, ഞാനിപ്പോൾ KSEBയിൽ കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള വീഡിയോകളും ഇങ്ങനെയുള്ളതിനൊക്കെ വ്യൂവേഴ്സിനെ കിട്ടാൻ കാരണം നമ്മളെ നാട്ടിലെ നിയമസാക്ഷരതയുടെ അഭാവമാണ്. ഇത് നമ്മളെ ആൾക്കാരൊക്കെ പലരും വിചാരിച്ചിരിക്കും ഈ നാട്ടിൽ ആർക്കും തോന്നിയത്, പോലീസിന് തോന്നിയ പോലെയാണ് ഇവിടെ ഓരോ നിയമങ്ങൾ പോലീസുകാരുണ്ടാക്കുന്നത്. KSEBക്ക് തോന്നിയ പോലെയാണ് KSEBയുമായി ബന്ധപ്പെട്ട കറണ്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങളുള്ളത്. അതല്ല, അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. കാരണം സാറിനും ഇപ്പോൾ ഒരു തൊഴിലാളി സംഘടന ഈ മേഖലയിൽ ഉണ്ടാവുമല്ലോ KSEB. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിനകത്തുള്ള ഈ ഒരു CPM ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് പിടിച്ച് കൈകളൊക്കെ, അവരാണ് ഈ നിയമങ്ങളൊക്കെ തീരുമാനിച്ചത്, ഗവൺമെന്റ് കൂടി അതിന് സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെഗുലേറ്ററി കമ്മീഷനൊന്നും യാതൊരു നിലവിലില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ് തോന്നിപ്പോകുന്നുണ്ട്. അതായത് ഇപ്പം രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, കേരളത്തിൽ പെട്ടെന്ന് വൈദ്യുതി ചാർജ് കുത്തനെ കൂടിയിട്ടൊന്നുമില്ല. അതായത് 10 കൊല്ലം മുമ്പുള്ള വൈദ്യുതി ചാർജ് ഇപ്പോൾ കുത്തനെ കൂടിയിട്ടൊന്നുമില്ല. അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചാണ് കാലങ്ങളായിട്ട് വൈദ്യുതി ചാർജിലൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഇവർ പറഞ്ഞത്. ഇത് അങ്ങനെ ഒരു രാഷ്ട്രീയ ഇതല്ല കാണുന്നത്. മലയാളികൾ മൊത്തം ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് മറ്റുള്ള സ്റ്റേറ്റിലും ബില്ല് ഇതേപോലെ തന്നെയാണ്, ഇനികാട്ടി കൂടുതലുമാണ്. കാരണം അവർ എന്താണ് കേരളത്തിനെക്കാട്ടി പ്രശ്നമുള്ളതുകൊണ്ടാണോ? ഇവരിതൊന്നും നോക്കുന്നില്ല. ശരിക്കും ഇവർ ഒന്നിക്കൽ ഇവർ മണ്ടന്മാരായിട്ട് അഭിനയിക്കുവാണ്, പൊട്ടക്കനിലെ തവളകളാണ്. അതായത് ഞാനെല്ലാം അറിയാം, എനിക്കിതൊന്നും ആരോടും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനങ്ങ് തോന്നിയ പോലെ പറയും എന്ന രീതിയിലുള്ളൊരു എന്താ അഹങ്കാരം അല്ലെങ്കിൽ ഒരു വിവരമില്ലായ്മയോ എന്തൊക്കെയാണ് അവരെ കുപ്രസിദ്ധിയിലും പണം കൊയ്യാമെന്ന്. അതെ, അവർ കാണുന്നത് അതാണ്, ഈ ഒരു കുപ്രസിദ്ധി ഉണ്ടാക്കി പണം കൊയ്യും. പക്ഷെ ഇങ്ങനെ കുപ്രസിദ്ധി ഉണ്ടാക്കിയ ഒരാൾ പിന്നെ കരയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു അനാവശ്യം വനിത മാത്രമല്ല, ഒരു വനിത പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലീഗലി ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. നിയമ സംവിധാനങ്ങളെ നോക്കി കൊഞ്ഞനം കാട്ടുന്നതിന് തുല്യമായ വീഡിയോ ആണ് ഇവർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ KSEB ചെയ്യുന്നതിലും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. KSEBിൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടാവും. വീഴ്ചകൾ ഇപ്പം KSEB ഓഫീസിന് മുമ്പിൽ പോയാൽ നിങ്ങൾക്കറിയാം, അവിടെ കുറേ കാര്യം എഴുതി വെച്ചിട്ട് നിങ്ങൾ വോൾട്ടേജ് ക്ഷാമം പ്രശ്നമുണ്ടെങ്കിൽ ലൈനിൽ കൂട്ടിച്ചേർക്കൽ ഇല്ലാത്തത് 7 ദിവസം, ലൈനിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടെങ്കിൽ 120 ദിവസം. അത് നിങ്ങളുടെ നാട്ടിലൊരു വോൾട്ടേജ് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പരാതി കൊടുത്താൽ 120 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചിട്ടില്ലെങ്കിൽ പരാതി കൊടുത്ത മൊത്തം ആൾക്കാർക്ക് 25 രൂപ ദിവസത്തിന് വെച്ച് KSEB നഷ്ടപരിഹാരം തരണം. ഇങ്ങനെ ഒരു നിയമമുണ്ട്. ആർക്കെങ്കിലും അറിയും? ഏതെങ്കിലും മീഡിയാസ് എപ്പെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് എല്ലാ KSEB ഓഫീസിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം വോൾട്ടേജ് പ്രശ്നമുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെയൊക്കെ പരിഹരിച്ചില്ല എൻ്റെ ശമ്പളത്തിന് പിടിച്ചു കൊടുക്കും അവർക്ക്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സിസ്റ്റം, അതായത് നമ്മൾ മനഃപൂർവ്വം ഒരു രീതിയിലും ഒരു ഇതും കാണിക്കുന്നില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. സിസ്റ്റം തന്നെ പെർഫെക്റ്റ് ആവും. എന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇതൊന്നും ഇവർ ചെയ്യില്ല. അതൊക്കെ പഠിക്കണം. അല്ല നിയമത്തിനെ കുറിച്ച് ഇപ്പം KSEBിൻ്റെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇല്ലീഗലായ കാര്യം KSEB ഒരു ഉപഭോക്താവിനോട് ചെയ്താൽ തർക്ക പരിഹാര ഫോറങ്ങളുണ്ട്, CGRF. KSEBിൻ്റെ തന്നെ ബോഡിയാണ്. നിങ്ങൾ ജസ്റ്റ് CGRF എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവരെ വിധികളൊക്കെ മലയാളത്തിലുണ്ട്.
നമ്മൾ കോടതിയിലൊക്കെ ഇംഗ്ലീഷിലാണ് വിധി ഇടും, സാധാരണക്കാരന് മനസ്സിലാവില്ല. എന്നാൽ CJRF മലയാളത്തിൽ പരാതി കൊടുത്താൽ മലയാളത്തിൽ വിധി കിട്ടും. നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കോടതി പോലത്തെ സംവിധാനം തന്നെയാണ്. പക്ഷേ വക്കീലൊന്നും വേണ്ട, ഉപഭോക്തൃ സൗഹൃദ സംവിധാനം. അതിൽ KCBക്കെതിരെ എത്ര വിധികൾ വരുന്നുണ്ട്. KCB ഉദ്യോഗസ്ഥരിൽ നഷ്ടപരിഹാരം ഈടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും വിധികൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ഈ പൊതുജനങ്ങൾ ആരറിയിക്കില്ല, ഇവരറിയിക്കില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രശ്നം ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് ഒരു ബില്ല് അധികം വന്നു. അദ്ദേഹം പരാതി കൊടുത്ത നേരെ MPക്കാണ് പരാതി കൊടുത്തത്. MPക്ക് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ഗുണമില്ല. ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ പറഞ്ഞു, നിങ്ങൾ തർക്കപരിഹാര ഫോറത്തിലാണ് കൊടുക്കുന്നത് സാറേ പറഞ്ഞ്. അത് നമ്മളെ നാട്ടുകാരിലെ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള നിയമ ഇതിനെക്കുറിച്ച് അറിയില്ല സാറിന്. ഞങ്ങൾ തന്നെ, കാരണം അത് ഞങ്ങൾക്ക് വൈദ്യുതി വിച്ഛേദിക്കാൻ പറ്റില്ല, കാരണം അയാളെ പരാതിയായി പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിച്ഛേദിക്കണം. കാരണം ഒന്ന് ഞങ്ങൾ തന്നെ നോട്ടീസൊക്കെ കൊടുത്ത് അയാളെ ഇതാക്കിയിട്ട് തർക്കപരിഹാര ഫോറത്തിലൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാകും പലതും. ഇത് നമ്മൾ ചെയ്യുന്നത് നേരം ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവരൊരു രീതിയിലും ചർച്ചകളോ ഒന്നും കൊണ്ടുവരില്ല. ഇവർ എന്നിട്ട് വെറുതെ കളവുകളും അസത്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് മനസ്സിലാക്കിയത് മൊത്തത്തിൽ ഇപ്പോൾ സാറുമായിട്ട് സംസാരിച്ച് വന്നപ്പോഴും മനസ്സിലാക്കുന്ന ഏക ഒരു കാര്യം, വളരെ സത്യവും സുതാര്യവും വ്യക്തവുമായ രീതിയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതൊരു വലിയൊരു കുറ്റമായിട്ട് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്തിന് ഏതിന് എന്ന് ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് ഏതിനാണ് പണം ചിലവാക്കിയത്, നിങ്ങളുടെ എങ്ങനെ വാങ്ങിച്ചു, നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു തന്നു എന്ന് വളരെ വ്യക്തമായിട്ട് KCB ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. മറ്റേതെങ്കിലും സാറിന് പറയാനുണ്ടോ? ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം പലരും ചോദിക്കുന്നതാണ് എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ബില്ല് ഇത്രയധികം സാധനങ്ങളുണ്ട്, ഒറ്റ ഒരു പൈസ ഇട്ട് തന്നാൽ പോരെ. ഇതിൽ അവരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഒരു സാധനം മേടിക്കുന്ന പോലെ. അങ്ങനെ തരാൻ നിയമം അനുവദിക്കുന്നില്ല. KCBക്ക് ചിലപ്പം എന്താണ് സന്തോഷമായിരിക്കും. കാരണം എന്താ വെച്ചാൽ KCBക്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി വന്നാലും അവർക്ക് അധികം കണക്ക് കാണിക്കണ്ടല്ലോ, കൃത്യമായിട്ടൊരു മൊത്തം ഒരു കൊട്ടക്കണക്ക് തന്നാൽ പോരെ. പക്ഷേ നിയമം പറയുന്നത് ഇങ്ങനെ തന്നെ ബില്ല് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിയമം അനുസരിക്കലും മാത്രമാണ് KCB ചെയ്തത്. അതേപോലെ തന്നെ ഒരു യൂണിറ്റ്, ഇപ്പം വീടുകൾക്ക് ഒരു യൂണിറ്റ്, കമ്പനിക്ക് ഒരു യൂണിറ്റ്, അങ്ങനെ കൊടുക്കണ്ടോ, എല്ലാവർക്കും ഒരേ യൂണിറ്റ് കൊടുത്താൽ പോരെ. ഒരേ കറണ്ടല്ലേ, ഒരേ ലൈനിലോട്ട് വരുന്ന കറണ്ടല്ലേ, ഒരേ രീതിയിൽ ഉണ്ടാക്കുന്ന കറണ്ടല്ലേ എന്നും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാനും KCBനെ സംബന്ധിച്ച് സന്തോഷമുള്ളൂ. കാരണം ഇത്രയധികം കോംപ്ലിക്കേഷൻ ഇല്ല, ഇത്രയധികം ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനും നിയമം അനുവദിക്കുന്നില്ല. കാരണം ഈ നിയമം ഉണ്ടാക്കുന്ന ഈടുള്ള സാധാരണക്കാർക്ക് ഏറ്റവും താഴെയുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ്. അതാണ് ഇത്. അതുകൊണ്ട് ഇതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. KCBക്ക് ഇതിൽ ഒരു പരിധി കൂടുതൽ ഒന്നും ചെയ്യാനില്ല. വളരെ സന്തോഷം. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാപാരികളുടെ ഭാഗത്തു നിന്നാണ് ആശങ്ക വന്നതെങ്കിലും കൂടി പൊതുജനങ്ങൾക്ക് മൊത്തത്തിലെ ഉപകാരപ്രദമാകുന്ന വീടുകൾക്കും എല്ലാവർക്കും, എല്ലാ വ്യവസായ സഹകാരികൾക്കും കൃത്യമായ ഒരു അറിവ് നൽകുന്ന, ഇനി ആരെങ്കിലും അടുത്ത കാലത്തൊന്നും വന്ന് നമ്മളെ പറ്റിച്ചു പോകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട റിബി റാം സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വന്ന് ഞങ്ങൾക്ക് മാന്യമായ രീതിയിലുള്ള മറുപടി തന്നതിൽ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.